നമ്മളെന്താ പറഞ്ഞു വന്ന് നിങ്ങൾ വായിക്കുന്നില്ലേ? ഇതിനെന്തെന്ന് വിളിക്കാം? ഇവിടെ ഗ്രൂപ്പിൽ ഇത് ഏതാണ് ഫസ്റ്റ് സാധനം? ഞാൻ ഒരു സാധനം പറഞ്ഞല്ലോ, ജനറൽ. ഇവിടെ ജനറൽ ഇൻസെൻറ്റീവ് 10 രൂപ പെർ ടൺ ഈസ് പെയ്ഡ് ഇൻ അഗ്രിഗേറ്റ്. അത് എങ്ങനെ കിട്ടുക? ഒരു മാസം സ്റ്റാൻഡേർഡ് എത്ര യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്? 10,000. 10,000-ൻ്റെ മുകളിൽ വന്നാൽ ജനറൽ ഇൻസെൻറ്റീവ് എത്ര രൂപ വെച്ച് കിട്ടും? 10 രൂപ വെച്ച്. അങ്ങനല്ലേ മീനി അല്ലേ? ഒരു മാസം എത്ര ദിവസമുണ്ട്? 25 ദിവസം. ക്ലിയർ? എന്താ പോലെ വേറെ ഒന്നുമില്ല. എന്നാ ബാക്കി വായിക്കും. The total amount payable to each separate group is determined on the basis of the assumed percentage, such as production being contributed by name എത്രയാണ്? 70% by ഏതാണ്? ഡയറക്റ്റ് ലേബർ. പിന്നെ 10% by ഏതാണ്? ഇൻസ്പെക്ഷൻ സ്റ്റാഫ്. പിന്നെ 12% by മെയിൻ്റനൻസ് സ്റ്റാഫ് ആൻഡ് 8% by സൂപ്പർവൈസറി സ്റ്റാഫ്. അപ്പോൾ എത്ര ആളുണ്ട് ഇവിടെ ഈ ഗ്രൂപ്പിൽ? 4 കാറ്റഗറി ഉണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ ഒന്ന് ആഡ് ചെയ്താൽ 100 വരുന്നുണ്ടോ എന്ന് നോക്കൂ. വെറുതെ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആ പ്രശ്നങ്ങളില്ലല്ലോ. ഓക്കെ. അപ്പോൾ എത്ര കാറ്റഗറി ആളെന്ന് പറയാൻ പറ്റൂലല്ലോ, കാറ്റഗറിയാണ്. 70% ഡയറക്റ്റ് ലേബേഴ്സ് ഉണ്ട്. അതിൽ എത്ര ആളുകളെന്ന് നമുക്ക് അറിയില്ല. കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? ചിലപ്പോൾ 100 ആളുണ്ടാവും, മറ്റേത് 30 ആളുണ്ടാവും. എന്തായിക്കോട്ടെ, ഈ കിട്ടുന്ന ബോണസ് ഇല്ലേ, ജനറൽ ബോണസ് എങ്ങനെ പറഞ്ഞ് 10,000 യൂണിറ്റിന്റെ മുകളിൽ ഉണ്ടാക്കിയാൽ ആ എക്സ്ട്രാ വരുന്നതിന് ഓരോന്നിനും എത്ര വെച്ചിട്ടാണ്? 10 യൂണിറ്റ്. ഇവിടെ ടണ്ണിലാണ് പറഞ്ഞത്. ക്ലിയർ? അതെങ്ങനെ ഷെയർ ചെയ്യാന്നും കൂടെ പറഞ്ഞു. സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് ഏത് പോയിന്റുമായി ബന്ധപ്പെട്ടതാണ്? ജനറൽ ഇൻസെൻറ്റീവ്. ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ജനറൽ ഏതാണ്? ഇൻസെൻറ്റീവ്. നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ അല്ലേ? വേണ്ട. അടുത്ത ഏതാ? നമ്പർ 2. വായിക്കടാ. Moreover, if excess production is more than 20%, ഈ എക്സസ് പ്രൊഡക്ഷൻ അല്ലേ? എക്സസ് പ്രൊഡക്ഷൻ പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ 10,000 അത് ഒരു 30,000 അപ്പോൾ 13,000 ആയി വിചാരിക്കാം. 10,000 സ്റ്റാൻഡേർഡ്. ഇവരൊക്കെ കൂടിയിട്ടല്ലടാ പ്രൊഡക്ഷൻ നടത്തേണ്ടത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒത്തൊരുമയോടുള്ള പരിശ്രമത്തിന്റെ പരിണിത ഫലമായി 13,000 യൂണിറ്റ് ഉണ്ടാക്കി എന്ന് കരുതിയോ? അപ്പൊ എത്ര എക്സ്ട്രാ യൂണിറ്റ് ഉണ്ടായി? 3,000. ഒരു എക്സാമ്പിൾ, അടിയിൽ പ്രൊഡക്ഷൻ 13,000. സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സത്യത്തിൽ നന്നായി. അതെ, സത്യത്തിൽ സന്തോഷമായി. ഇതൊരു എക്സാമ്പിൾ ആട്ടെ. അപ്പൊ ഇനി കുഴപ്പമില്ല. അപ്പം 3,000 പറഞ്ഞ എത്ര ശതമാനം കൂടി? 30% കൂടി. ക്ലിയർ അല്ലേ? ഇതിന് എന്തുണ്ടാവും? ഈ കൂടിയതിനൊക്കെ എന്ത് വരും? 10 രൂപ. ഏത് ഇൻസെൻറ്റീവ് വരും? ജനറൽ. കൂടാതെ ഇത് 30% അല്ലേ? 20% മുകളിലുണ്ടെങ്കിൽ അടുത്തൊരു ഇൻസെൻറ്റീവും കൂടെ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അതാണ് അടുത്ത പോയിന്റ്. വെച്ചാൽ moreover, if excess production is more than 20% of the above standard, direct labor also get. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഡയറക്റ്റ് ലേബറിനെ അത് കിട്ടുള്ളൂ കേട്ടോ. സ്പെഷ്യൽ ബോണസ് എത്ര രൂപയാണ്? 7 per ton for all production in excess of 120. അപ്പൊ എത്ര യൂണിറ്റാ കിട്ടുക? 1000. ക്ലിയർ അല്ലേ? എത്ര രൂപ വെച്ച്? പ്രശ്നം നോക്കളെ. 1000 എങ്ങനെ മനസ്സിലായി? 10,000-ന്റെ 120% എത്രയായി? 12,000. അപ്പോൾ നമ്മളെ ആക്ച്വൽ പ്രൊഡ്യൂസ് ചെയ്തത് 12,000-നേക്കാൾ എത്ര ഉണ്ട്? 1000 ഉണ്ട്. 1000-7 വെച്ച് കിട്ടും. പക്ഷെ ഇതിന് അർഹര ആര് മാത്രമാണെന്ന് ഓർക്കണം? ഡയറക്റ്റ് ലേബർ. ഓക്കെ അല്ലേ? അതുകൾ നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഒന്നും നോട്ട് ചെയ്യില്ല, ഒന്നും എഴുതൂല, എന്നിട്ട് ആൻസർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കൺട്രി ഫെലോസ്. അപ്പൊ ഇത് ഏത് ഇൻസെന്റീവാ? സ്പെഷ്യൽ ബോണസ്.
അപ്പോൾ ഇതിന് നമ്മൾ എന്ത് വിളിക്കും? സ്പെഷ്യൽ ബോണസ്. ഇല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അടുത്തേതാ? പിന്നെ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് അത് കണ്ടതൊക്കെ ടെക്സ്റ്റിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊന്നുമില്ല. പക്ഷേ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനൊന്നും ഇല്ലാതെ പറഞ്ഞാൽ പുതിയ റിവൈസ് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. എല്ലാം ഉണ്ടെങ്കിൽ ഇന്ന് പറയരുത്. ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ. നമ്മൾ ബുക്ക് സിലബസ് പറയുമ്പോൾ അധ്യാപകർക്കാകെ പ്രയാസമാണ്. എന്താ ബുക്കൊക്കെ മാറ്റണം. എൻ്റെ OPM ബുക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ കുറേ സിലബസ് മാറിയില്ലേ. പിന്നെ കോസ്റ്റിങ് മാറിയപ്പോൾ പിന്നെ കണ്ടൻറ്റ് കുറച്ച് കുറവല്ല, അത് കുറേ വോളിയം ഉണ്ടല്ലോ. അപ്പോൾ ഇത് മാറിയപ്പോൾ ഇങ്ങനെ ആശങ്ക ഉണ്ടായിരുന്നു, എന്തൊക്കെ അവർ കാട്ടുന്നത്. പിന്നെ ഒന്നും കണ്ടല്ല, നമ്മൾ അത്രയും ഡെപ്തിൽ കുറേ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ സമാധാനമായി, വലിയ മാറ്റങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഇത് ആലോചിച്ച് നോക്കുന്നത്, ഇതിപ്പോൾ 2007 സിലബസുള്ള വരെയുള്ള ഇത് 12 സിലബസ് വരെ ഉപയോഗിച്ച്, 16 സിലബസ് വരെ ഉപയോഗിച്ച്, പിന്നെ അതാ 22 സിലബസ്. അത്രയും കാലം ഇട്ടിട്ടുണ്ട്, മാറ്റിയൊന്നും തൊട്ടില്ല. ഓക്കെ, യെസ്. ഇനി മാറ്റുമ്പോൾ മറ്റേ പരിപാടി QR. നിങ്ങളുടെ ഫോട്ടോ വെക്കണം. ഫോട്ടോ വെച്ചാൽ എക്സാമ്പിളൊക്കെ പറയുമ്പോൾ ഇതിനുള്ളിൽ നിങ്ങളുടെ ഫോട്ടോ ആക്കാം, അറ്റാച്ച് ചെയ്യാം. ഓക്കെ അല്ലേ? ഇൻസ്പെക്ഷൻ സ്റ്റാഫ് ആർ പെനലൈസ്ഡ്. അവിടെ ഇൻസ്പെക്ഷൻ സ്റ്റാഫ് മുകളിൽ എവിടെ ഉണ്ടല്ലോ അല്ലേ? ആരാണ് എവിടെ 10% കിട്ടുന്ന ആളുകൾ അല്ലേ? 10% ബൈ ഇൻസ്പെക്ഷൻ സ്റ്റാഫ് അല്ലേ? അവർക്ക് പെനാൽറ്റി ഉണ്ട്. എത്ര റുപ്യ? 20/10 ഫോർ റിജക്ഷൻ ബൈ കസ്റ്റമർ ഇൻ എക്സസ് ഓഫ് എത്രയാ? 1% ഓഫ് ദ പ്രൊഡക്ഷൻ. ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താ? എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെ 1% കാണാം. ഓക്കെ, അതിൽ കൂടുതൽ റിജക്ഷൻ ഉണ്ടെങ്കിൽ ആർക്ക് പെനാൽറ്റി ഉണ്ട്? ഓക്കെ, അപ്പോൾ എത്രയാണ് ആക്ച്വൽ പ്രൊഡക്ഷൻ? 13,000 അല്ലേ? അതിൻ്റെ കറക്റ്റ് എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ ആക്ച്വൽ എന്നുള്ളത്, കണ്ടില്ലേ? അപ്പോൾ ഈ ആക്ച്വൽ 13,000-ൻ്റെ 1% കണ്ട എത്ര വരും? ഈ 130-നേക്കാൾ കൂടുതൽ എത്ര ഉണ്ട് ആക്ച്വലി റിജക്ഷൻ ബൈ കസ്റ്റമർ? എടാ, കസ്റ്റമർ നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? മൊബൈൽ ഫോണാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഉണ്ടാക്കിയ മൊബൈൽ ഫോണിന് എത്രയാണ് റിജക്ഷൻ വരേണ്ടത്? സ്റ്റാൻഡേർഡ് 13,000 ഇൻറ്റു 1% എത്ര വരണം? 130. ഇതിൽ കൂടുതൽ വന്നാൽ ആർക്ക് പെനാൽറ്റി കിട്ടും? എല്ലാ സ്റ്റാഫിനും ഇല്ല. ഏതാണ്? ഇൻസ്പെക്ഷൻ. പിന്നെ ആ കോപ്പന്മാരോട് എന്തിനാ? അവർ ഇൻസ്പെക്ട് ചെയ്തിട്ടല്ലേ സാധനം വിറ്റത് അല്ലേ? വല്ല ഡാമേജ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവര് മാറ്റി വെക്കണ്ടേ? ഇത് അവർ ഇൻസ്പെക്ഷൻ ക്വാളിറ്റി ചെക്കൊക്കെ ചെയ്തിട്ട് പുറത്തു പോയ സാധനം വീണ്ടും തിരിച്ചു വരുന്നു. ഓക്കെ, 1% വരെ ഇരിക്കാൻ അക്സെപ്റ്റ്, പക്ഷെ അതിന് മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 70 എണ്ണത്തിന് വരെ എന്ത് ചെയ്യേണ്ടി വരും? പെനാൽറ്റി കൊടുക്കണം. ഓക്കെ അല്ലേ? അത് അവരുടെ കോസ്റ്റിന് എന്ത് ചെയ്യും? കുറയുകയാണോ ചെയ്യുക, കൂടാണോ ചെയ്യുക? കുറയും. പോലീസാണ് അടുത്ത്. കോമൺ സെൻസ് ഓക്കെ കേട്ടോ. അപ്പോൾ കഴിഞ്ഞല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ പഠിച്ചത് അദ്ദേഹം. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ട പെനാൽറ്റി ടു ഇൻസ്പെക്ഷൻ സ്റ്റാഫ് നോട്ട് ചെയ്യണം. ഏതാ? പെനാൽറ്റി ടു ഇൻസ്പെക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഏത് പറയും? ജനറൽ ഇൻസെന്റീവ്. ആർക്കൊക്കെ ഉണ്ട്? എല്ലാ 5 കാറ്റഗറി എംപ്ലോയീസിനുണ്ട് അല്ലേ? ദെൻ രണ്ടാമത്തെ ഏതാണ്? സ്പെഷ്യൽ ബോണസ്. എല്ലാവർക്കും ഇല്ല. ആർക്കാണ്? ഡയറക്റ്റ് ലേബേഴ്സ് ആണ്. കാരണം അവരാണല്ലോ കൂടുതൽ എന്ത് ചെയ്യുന്നത്? എഫേർട്ട് എടുക്കുന്ന പ്രൊഡക്ഷനുണ്ട്, അതുകൊണ്ടാവാം. പിന്നെ ഇൻസ്പെക്ഷൻ സ്റ്റാഫ് നേരാവണ്ണം ഇൻസ്പെക്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായത്? ഇത്രയധികം റിജക്ഷൻ തരുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? കോഷ്യസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇതൊക്കെ ഓൾറെഡി അവരോട് പറയൂലേ? അപ്പോൾ അവരെന്ത് ചെയ്യും? നല്ല ശ്രദ്ധിച്ച് ഇൻസ്പെക്ഷൻ ചെയ്യും. പിന്നെ നാലാമത്തെ പോയിന്റ് ഏതാ? മെയിൻ്റനൻസ് സ്റ്റാഫിന് മാത്രം ഒരു പെനാൽറ്റി വേറെ വരുന്നുണ്ട്. എന്താ? 20 hours ഓഫ് ബ്രേക്ക് ഡൗൺ. 20 മണിക്കൂർ 20 രൂപ ഒരു ഹവർ ബ്രേക്ക് ഡൗൺ ആയത്. താഴെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളത്? 50 മണിക്കൂറാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്.
അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എന്താണ് ഒരു ക്വസ്റ്റ്യനാണ്, നമുക്കിത് ഹാൻഡിൽ ചെയ്യാം. അടിയിൽ അവർ പറയുന്നുണ്ട് എത്രയാണ്, ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് എ മന്ത്, ആ മാസത്തിൽ വർക്ക്ഔട്ട് ദ പ്രൊഡക്ഷൻ ബോണസ് ബൈ ഈച്ച് ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിൻ്റെയും പ്രൊഡക്ഷൻ ബോണസ് എന്തൊക്കെയുള്ളത്. എ ബി സിയും പറഞ്ഞ് 3 പോയിന്റ്. എത്ര പ്രൊഡക്ഷൻ നടത്തി? 13,000. റിജക്ഷൻ എത്ര? 200. മെഷീൻ ബ്രേക്ക് ഡൗൺ എത്ര? 50. ഓക്കെ അല്ലേ? ഇവിടെ സ്ഥലമല്ല, ശ്രദ്ധിച്ചോ. ഫുള്ള് ഞാൻ ചെയ്യാം ഒരു സമയത്ത്. സിമ്പിൾ സാധനമല്ല. ക്വസ്റ്റ്യൻ പറയുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന, അണ്ടർലൈൻ ചെയ്യാൻ പറയുമ്പോൾ അതൊക്കെ ചെയ്ത ആളുകൾക്ക് ഓക്കെ അല്ലാത്തൊരു ഒന്നും പറയല്ല. മക്കളെ, നമുക്ക് എത്ര ഗ്രൂപ്പ് ആളുകളുണ്ട്? 1, 2, 3, 4 5 അല്ലേ? 4 ഗ്രൂപ്പ് ആളുകളുള്ളത്. ഇവർക്ക് 3 ടൈപ്പ് എന്ത് കൊടുക്കുന്നുണ്ട്? പെനാൽറ്റി കൊടുക്കുന്നുണ്ട് അല്ലേ? പെനാൽറ്റി അല്ല, 3 സാധനം പറഞ്ഞു. ഒന്നേതാ? ജനറൽ ഇൻസെൻറ്റീവ്. 2 ഏതാ? സ്പെഷ്യൽ ഇൻസെൻറ്റീവ്സ്. പിന്നെ ഏതാ? പെനാൽറ്റി. 2 കാറ്റഗറി ആളുകളുണ്ട് അല്ലേ? ഇല്ലേ? ഓക്കെ. അപ്പോൾ കോളം കൊടുക്കുമ്പോൾ എത്ര കോളം കൊടുക്കുക? ഒന്ന് ആസ് യൂഷ്വൽ പർട്ടിക്കുലേഴ്സ്, പിന്നെ പർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ്. അവരെന്തായാലും ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രൂപ്പ് എന്താ? ഗ്രൂപ്പ്. വർക്കേഴ്സ് അല്ല, ഗ്രൂപ്പ്. വർക്കേഴ്സിൻ്റെ ഗ്രൂപ്പ്. എന്നിട്ട് ഏതൊക്കെ കോളംസ്? അടുത്ത കോളം ഏതാ? ജനറൽ ഇൻസെൻറ്റീവ്. എഴുതി വെച്ച് കൊളാക്കണ്ട, ശ്രദ്ധിച്ചോ. അടുത്ത ഏതാണ്? സ്പെഷ്യൽ ഇൻസെൻറ്റീവ്. പിന്നെ ഏതാ? സ്പെഷ്യൽ ഇൻസെൻറ്റീവ് എന്താ പറഞ്ഞ? ബോണസാണ്. ഓവർ ബോണസ്. ഓക്കെ, അങ്ങനെ. പിന്നെ ഏതാണ്? പെനാൽറ്റി ഉണ്ട്. ഓക്കെ, ടോട്ടൽ ചെയ്താൽ ടോട്ടൽ എന്ത് കിട്ടും? ഇതൊക്കെ ടോട്ടൽ ബോണസ് ആണല്ലോ. ബോണസ് ഓർ ഏതാ? ഇൻസെൻറ്റീവ് കിട്ടും. ഇതാണ് സംഭവം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇതിലൊക്കെ പെനാൽറ്റി എങ്ങനെ? 10 ഡേയ്സ് ചെയ്തിട്ടല്ലേ കൊടുക്കുന്നത്? ഓക്കെ അല്ലേ? പിന്നെ ഗ്രൂപ്പ് ഉണ്ട്. ഫസ്റ്റ് ഒന്ന് ഏതാ? ജനറൽ ഇൻസെൻറ്റീവ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ജനറൽ ഇൻസെൻറ്റീവ്സ് മൊത്തം എത്ര എമൗണ്ട് വരും? 3000. 13,000-ലല്ലേ? 3000 അല്ലേ? 3000-ൽ ഓരോരുത്തർക്ക് കൊടുക്കണ്ടേ? അപ്പോൾ ഞാൻ അടിയിൽ വർക്കിംഗ് നോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുളം. ആരൊക്കെയാണ് ആളുകൾ? ഇതിന് അർഹരായ ആളുകൾ ആരൊക്കെയാണ്? ഡയറക്റ്റ് ലേബേഴ്സ്. പിന്നെ ഇതുണ്ട്, പറയും. ഇൻസ്പെക്ഷൻ സ്റ്റാഫ് ഉണ്ട്. പിന്നെ മെയിൻ്റനൻസ് സ്റ്റാഫ് ഉണ്ട്. മക്കളെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വായിച്ചു തരുമോ? അപ്പോൾ എഫക്റ്റീവ് അവിടെ. അതുകൊണ്ടാണ് മുത്തുമണികളെ. പിന്നെ സൂപ്പർവൈസറുടെ സ്റ്റാഫ് എന്നോ സാലറി. സൂപ്പർവൈസർ സ്റ്റാഫ്. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ വർക്കിംഗ് നോട്ട് നമ്പർ 1 കൊടുക്കാം. എന്താ ആദ്യം കണ്ടത്? ജനറൽ ഇൻസെൻറ്റീവ്. ടോട്ടൽ എത്ര വരും? 13,000 മൈനസ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? 3000 നമ്മളോട് പറഞ്ഞാൽ മതിയോ? 3000 ഇൻറ്റു എത്രയാണ്? 10 വെച്ചിട്ട്. അപ്പോൾ എത്ര വരും? 30,000 വരും. ഇത് ആർക്കൊക്കെ ഉള്ളതാ? ഹലോ 4 ആൾക്കും. അതിൻ്റെ പേഴ്സൻറ്റേജ് വന്നിട്ടില്ല ഹൗസിലെ? ഹലോ. അപ്പോൾ 30,000-നെ 3 ആൾക്കും പേഴ്സൻറ്റേജിൽ വെച്ച് ചെയ്യാം. ഡയറക്റ്റ് ലേബറിന് എത്രയാ? 30,000-ൻ്റെ എത്രയാ? 70%. എത്ര വരും? 21,000. പിന്നെ അടുത്തരാ? ഇൻസ്പെക്ഷൻ സ്റ്റാഫിന് എത്രയാ? 30,000-ൻ്റെ 10% എത്ര വരും? 3,000. പിന്നെ അടുത്ത് 30,000-ൻ്റെ 12% എത്ര വരും? 3,600. പിന്നെ ലാസ്റ്റത്തെ ആൾക്ക് 30,000-ൻ്റെ 8% എത്ര വരും? മുകളിൽ കൊണ്ടിട്ട് എഴുതാൻ പ്രയാസം ഉണ്ടാ? ഈസി ആയിട്ട് എഴുതിക്കൂടെ? ഞാൻ എഴുതട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 21,000. പിന്നെ 3,000, 3,600, 2,400. ടോട്ടൽ വേണമെങ്കിൽ എഴുതി വെക്കാം. എത്രയാ? 30,000. ക്ലിയർ അല്ലേ? ഇനി വേണമെങ്കിൽ ഈ വർക്കിംഗ് നോട്ട് ഒഴിവാക്കിയിട്ട് ഇതിലെങ്ങനെ എന്ത് ചെയ്യാം? ചെയ്യാം.
അല്ല അങ്ങനെ ശബ്ദം ഉണ്ടാക്കണമെന്നില്ല, ചെയ്താൽ മതി. അടുത്ത സ്പെഷ്യൽ ഇൻസെൻറ്റീവാണ്. ആർക്ക് മാത്രമാണ്? ഡയറക്റ്റ് ലേബറിനാണ്. അത് ഏതിനാ കൊടുക്കുള്ളൂ അയാൾക്ക്? വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 2. ഇതൊക്കെ സംഭവം കിട്ടിയില്ല, പക്ഷെ എന്നാലും ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ട് മാഷ് പറഞ്ഞു തരാം. ഓക്കെ, പറഞ്ഞോക്കേ. സ്പെഷ്യൽ ബോണസ് ടു ആർക്കാണ്? ഡയറക്റ്റ് ലേബേഴ്സ് വർക്കേഴ്സ്. എങ്ങനെയാണ് പറയുന്നത്? ഇൻ എക്സസ് ഓഫ് ഏതാണ്? 120%. അപ്പോൾ നോക്ക്, സ്റ്റാൻഡേർഡ് 10,000 അല്ലേ, അതിൻ്റെ 120% എത്ര വരാ? 12,000. ഇവർ ആക്ച്വലി എത്ര ഉണ്ടാക്കിയിട്ടുള്ളത്? 13,000. അപ്പോൾ എത്ര യൂണിറ്റ് എക്സസ് ഉണ്ട്? 1000 × 7 എത്ര രൂപ? 7,000 രൂപ. ആർക്ക്? സ്വന്തം. മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി അടുത്ത പോയിന്റ് വായിക്കും. ക്വസ്റ്റ്യൻ വായിച്ചു പാടാം മുത്തുമണികളെ. പെനാൽറ്റി അല്ലേ? ആർക്കാണ് പെനാൽറ്റി ഉള്ളത്? 2 പേർക്കുണ്ട്. ഇൻസ്പെക്ഷൻ സ്റ്റാഫിന്റെ പെനാൽറ്റി എത്രയാണ്? വർക്കിംഗ് നോട്ട് നമ്പർ 2. ഇത് വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? വർക്കിംഗ് നോട്ട് നമ്പർ 1 ഇവിടെ കൊടുത്താൽ പോരെ. ഓക്കെ, ഇനി വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 3. എന്താ പെനാൽറ്റി? പെനാൽറ്റി ഓഫ് ആരുടെ? ഇൻസ്പെക്ഷൻ സ്റ്റാഫ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അത്രേ ഉള്ളൂ. അയാൾക്ക് എങ്ങനെ കാണാം? സ്റ്റാൻഡേർഡ് എങ്ങനെ ഫിക്സ് ചെയ്തുള്ള അയാൾക്ക്? 10,000-ന്റെ എത്ര ശതമാനം? 1%. എത്രയാണത്? 13,000-ന്റെ 13,000-ന്റെ 1%. എത്ര വരും? 130. പക്ഷെ ആക്ച്വൽ റിജക്ഷൻ എത്രയാ? 200. അപ്പോൾ 70 ഇൻറ്റു എത്ര രൂപ വെച്ചിട്ടാണ് ഒരെണ്ണത്തിന്? 20 വെച്ചിട്ട്. അപ്പോൾ എത്ര വരും? 1,400 രൂപ പെനാൽറ്റി ഉണ്ട്. ആർക്ക് മാത്രം? ടു ഇൻസ്പെക്ഷൻ സ്റ്റാഫ് 1,400. ഇവിടെ എഴുതാം. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 3. ദെൻ ഒരു സ്റ്റാഫും കൂടി ഉണ്ടല്ലോ. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? അയാൾക്ക് എന്താ? എങ്ങനെയാണല്ലോ പെനാൽറ്റി പറഞ്ഞത്? മെഷീൻ ബ്രേക്ക് ഡൗൺ അല്ലേ? 50 hours അല്ലേ? ഇത് പെനാൽറ്റി ടു ആർക്കാണ്? മെയിൻ്റനൻസ് സ്റ്റാഫ്. മെയിൻ്റനൻസ് സ്റ്റാഫ് എന്തിനാ? അയാളുടെ മെയിൻ പർപ്പസ് എന്താ? നമ്മൾ OPM-ലൊക്കെ പഠിച്ചില്ലേ, മെയിൻ്റനൻസ് മാനേജ്മെന്റ്. അയാളുടെ മെയിൻ പർപ്പസ് എന്താ? ബ്രേക്ക് ഡൗണിന്റെ ആ തോത് കുറയ്ക്കാനല്ലേ? ഇത് ഇയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാ എടാ ആരോടൊക്കെ എടുക്കുന്ന ക്ലാസ്സിൽ ഞാൻ ഒക്കെ പൊടിക്കൂട്ടാം വേണോ? ശ്രദ്ധിക്കുക ചെയ്, സത്യം പറയും. ഇന്നത്തൊന്ന് പറഞ്ഞു. ഇതിപ്പോ എങ്ങനെ ഇൻസ്പെക്ഷൻ്റെ എന്ന് പറഞ്ഞിട്ട് പറയും. ആയിക്കോട്ടെ. ഈ 50 എങ്ങനെ ഇൻസ്പെക്ഷൻ? ഓൻ പറഞ്ഞോളൂ, എന്തിനാ കഷ്ടപ്പെടുന്നത്? അപ്പൊ ഞാൻ പറയാം, 50 ബ്രേക്ക് ഡൗൺ 50 ഉണ്ട്. അപ്പൊ എത്ര രൂപ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്? 20 രൂപ വെച്ചിട്ട്. ഈ പുല്ല് കേട്ടോ. എത്ര എമൗണ്ട് വരാം? 1000 അല്ലേ? ഇതാർക്കുള്ളതാ? മെയിൻ്റനൻസ്. വർക്കിംഗ് നോട്ട് നമ്പർ ഞാൻ എന്താ പറയണ്ട, ഒന്നും പറയില്ല. ഓക്കെ അല്ലേ? കഴിഞ്ഞില്ല, എല്ലാം ആയില്ലേ ക്വസ്റ്റ്യല്ലേ? ഇതും കൂടെ ആഡ് ചെയ്തു 21 28,000 രൂപ അല്ലേ? ഡയറക്റ്റ് ലേബേഴ്സിന് കിട്ടുന്ന എത്രയാണ്? 28,000. ഇൻസ്പെക്ഷൻ സ്റ്റാഫിന് 3,000 രൂപ പ്ലസ് 1,400 ചെയ്യരുത്. പെനാൽറ്റിയാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ്. മനസ്സിലായില്ലേ? 3,000 രൂപ ഉണ്ട്. പക്ഷെ അവരെന്തോ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അവർക്ക് ഒരു പെനാൽറ്റി ഉണ്ട്. അപ്പോൾ കുറച്ചിട്ട് എത്ര കിട്ടുള്ളൂ? 1,600 കിട്ടുള്ളൂ. 3,600 ആയത് 2,600 രൂപ. പാവങ്ങൾ 2,400. ആകെ മൊത്തം ടോട്ടൽ ചെയ്തിട്ട് എത്ര വരാത്തത്? 34,600. സിമ്പിൾ. ഓക്കെ അല്ലേ? സ്പീഡ് ചെയ്തുകൂടെ എന്നാ?